പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 12 and 13. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, എങ്ങനെയും ഏതെങ്കിലും ഒരു വിധത്തിൽ നീ ആരെയെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അവർ കുഞ്ഞിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ചിലപ്പോൾ നിൻ്റെ ടെമ്പർ അങ്ങ് ലൂസ് ചെയ്ത്, നീ സ്നേഹിക്കുന്ന ആളോടായിരിക്കും നീ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ആ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നിൻ്റെ ടെമ്പർ അങ്ങ് പോയി. ചില സമയത്ത് നീ നിൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞ ഒരു പ്രോമിസ് നിനക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ നീ അത് ബ്രേക്ക് ചെയ്യുമായിരിക്കും. ചിലപ്പം നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോട് സ്നാർക്കിയായിട്ട് പെട്ടെന്ന് അങ്ങ് സംസാരിച്ച് പോയി കാണും. എന്തായിരിക്കും അവരുടെയൊക്കെ റെസ്പോൺസ് നിന്നോട്? എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒന്നാമത്തെ കാര്യം, ഉണ്ടായ ഇഷ്യൂവിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ നേരെ ചാടിക്കയറി ഭ്രാന്ത് പിടിച്ച് സംസാരിക്കുന്നതിനെ കഴിഞ്ഞും നമ്മളോട് കാര്യമൊന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്. രണ്ടാമത്, തമ്മിലൊന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കാരണം കാണും. ഷോർലി ദർ ഇസ് ബി എ റീസൺ, അല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിൽ പോലും എന്തെങ്കിലും ഒരു കാരണം കാണും. നമ്മളാരും വെറുതെ കയറി അങ്ങ് ഇറിറ്റേറ്റഡ് ആകുന്നവരല്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം കാണും അതിൻ്റെ പുറകിൽ. പിന്നെ ഒരു നെഗറ്റീവ് കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്താ സംശയിക്കുന്നത്? അങ്ങനെ നമ്മൾ പെരുമാറിയാൽ, സംശയിച്ചാൽ, അത് വെച്ചുകൊണ്ട് നമ്മൾ പിന്നീട് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമോ? ഉണ്ടെങ്കിലൊന്ന് നോക്കിക്കോ, ഉണ്ടാകുമോ എന്ന്. ഈ മക്കളെ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് കൃപയാണ്. ഞാൻ പെർഫെക്റ്റായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഞാൻ പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഈ കൃപയില്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് കൺക്ലൂഷനിലും എത്തും, അല്ലേ? മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരുടെ നേരെ ചിലപ്പോൾ ചാടിക്കടിച്ച് സംസാരിച്ചെന്നിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നു പോയാൽ, നമ്മൾ തോറ്റുപോയി എന്ന് തോന്നിയാൽ, ഒന്നും വിധിക്കുവാനിടയാകാതെ ദൈവസന്നിധിയിൽ മനസ്സിൽ കരുതി കൂട്ടി ഒന്നും പ്രവർത്തിക്കാതെ ഒരു കുറ്റബോധത്തോടെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. മറ്റുള്ളവർ നമ്മുടെ നേരെ അങ്ങനെ പെരുമാറിയാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം. തന്നെയുമല്ല, നമ്മൾ തോറ്റുപോയാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും കഴിയണം. നമ്മുടെ കുറ്റം മനസ്സിലാക്കാൻ കഴിയണം. പെട്ടെന്ന് ഒരു റിജക്ഷനിലേക്കോ ഒരു ജഡ്ജ്മെൻറ്റിലേക്കോ ഒന്നും എടുത്തു ചാടരുത്. കർത്താവ് പറഞ്ഞൊരു കാര്യം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 31. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ആരാ അങ്ങനെ പറഞ്ഞത്? യേശു കർത്താവാണ് പറഞ്ഞത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്നാന്ന് ഞാൻ പറയാം. മറ്റുള്ളവർ നമ്മളോട്
എങ്ങനെ കൃപ കാണിക്കണം, എങ്ങനെ കരുണ കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നാം മറ്റുള്ളവർക്കും അത് ഓഫർ ചെയ്യണം. യേശു കർത്താവ് പറഞ്ഞതെല്ലാം താൻ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചതാണ്, ആദ്യം ചെയ്ത് കാണിച്ചതാണ്. അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ, നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ലോകത്തിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ളൊരു സ്നേഹം നമുക്ക് തരുവാനോ നമ്മളോട് കാണിക്കുവാനോ പറ്റുമോ? ഒരിക്കലുമില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, 3-ാം അധ്യായം, കൊലോസ്യർ 3-ാം അധ്യായം, കൊലോസിയൻസ് 3 വേഴ്സസ് 12, 13 and 14. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പ്രൈസ് ഗോഡ്. പറ്റുമോ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, because we know we have been chosen and loved by God, we can deal with complicated people differently. കർത്താവ് നമ്മെ വിളിച്ചു, സ്നേഹിച്ചു, തിരഞ്ഞെടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുക. അങ്ങനെയുള്ള നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ, പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മളിലൊരു ആർദ്രത വേണം. മറ്റുള്ളവരെ മനുഷ്യരായിട്ട് കാണുവാൻ കഴിയണം. അവർക്കും പ്രശ്നങ്ങളുള്ളവരാ. അതുകൊണ്ട് അവരോട് ഒരു സിമ്പതിയൊക്കെ നമ്മൾ കാണിക്കണ്ടേ. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ലവ് ഇൻ ആക്ഷൻ. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ദം വിത്ത് ജനറോസിറ്റി. അല്ലാതെ അവരിത് അർഹിക്കുന്നതാണ്, അതുകൊണ്ട് അവർക്കിത് മതി എന്ന് വിചാരിച്ച് പെരുമാറില്ലേ. താഴ്മ അല്ലെങ്കിൽ ഒരു ഹ്യൂമിലിറ്റി വേണം. അതുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയമായിട്ട് ഏത് ഇഷ്യൂ ഉണ്ടായാലും അതിനെപ്പറ്റി ഒരു അവയർനെസ് ലഭിക്കും. നമ്മുടെ കോംപ്ലിക്കേഷൻസ് നാം മനസ്സിലാക്കിയാൽ വി ക്യാൻ മേക്ക് സ്പേസ് ഫോർ അതേഴ്സ്, ഇല്ലേ? ജെൻറ്റിൽനെസ് നമ്മുടെ ജീവിതത്തിൽ കാണണം. അതായത് ഒരു സൗമ്യത നമ്മുടെ ജീവിതത്തിൽ കാണണം. എന്തെല്ലാം ഇഷ്യൂസ് വന്നാലും ശ്രദ്ധയോടുകൂടി, ജ്ഞാനത്തോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാണ്ട് ഹാർഷ്നെസ്സും റൂഡ്നെസ്സും ഒന്നും ദൈവപൈതലേ അവിടെ എടുക്കരുത്. പിന്നെ ക്ഷമ വേണ്ടേ, പേഷ്യൻസ് വേണ്ടേ. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവിലേക്കുള്ളൊരു കാഴ്ചപ്പാടാണ്. ജെനുവിൻ ഹീലിങ്ങും വളർച്ചയും എല്ലാം നമ്മളിലുണ്ടാകണമെങ്കിൽ ആ പേഷ്യൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ അല്പത്തെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി, നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് കൺവീനിയൻസിന് വേണ്ടി നാം സംഗതികളെ കൺട്രോൾ ചെയ്യാനായിട്ട് പോയേക്കരുത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് നാം ഫേസ് ചെയ്യുന്ന, നമ്മോട് കൂടെ ഇടപെടുന്ന, ചിലപ്പം ജോലി ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നതായിട്ടുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. നീ ക്ലോത്ത് ചെയ്യണം, നിന്നെ തന്നെ നീ കവർ ചെയ്യണം. പ്രൈസ് ഗോഡ്. ഞാൻ 5 വസ്ത്രം പറഞ്ഞു: കമ്പാഷൻ, കൈൻഡ്നെസ്, ഹ്യൂമിലിറ്റി, ജെൻറ്റിൽനെസ്, പേഷ്യൻസ്. ഈ 5 കാര്യം നമുക്ക് വേണം. ആ 5 മൈൻഡ് സെറ്റ് നമുക്ക് വേണം. നാം മറ്റുള്ളവരെയും അങ്ങനെ ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവം കാണണം. അവൻ നമ്മളോട് കൃപയും കരുണയും കാണിക്കട്ടെ. മറ്റുള്ളവരെയും അതേ ആഴത്തിൽ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ട് സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ നടപ്പ്
കമ്പാഷൻ, കൈൻഡ്നസ്, ഹ്യൂമിലിറ്റി, ജെൻറ്റിൽനെസ്, പേഷ്യൻസ്, ഇതെല്ലാമിനാൽ നിറഞ്ഞ നടത്തമായിരിക്കണം. ആരൊക്കെ നമ്മെ വെല്ലുവിളിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ജയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവാം ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തി. കർത്താവെ, നീ കാണിച്ച മാതൃക ഞങ്ങളും പിൻപറ്റിക്കൊണ്ട് ഏതുവിധ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ നേരിടേണ്ടി വന്നാലും അവരെ ഈസിയായിട്ട് ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം താഴ്മയോടെ, ദയയോടെ, ക്ഷമയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.